കേരളത്തിൽ മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ ശാസ്താവിന്റെ തിരുമക്കൾ മീനുകളെ പിടികൂടി കറിവെച്ചു. 3 പേർ പിടിയിൽ. കൊല്ലം കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടി കൊന്നു കറിവെച്ച സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. കൊൽക്കത്ത സ്വദേശികളായ സാഫിൽ, ബസറി, 17കാരൻ എന്നിവരാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്. മേടവിഷു മഹോത്സവത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ വസ്തു വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായത്. കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണു. രക്ഷാപ്രവർത്തനം തുടരുന്നു. കൊച്ചി കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണു. വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പുലർച്ചെ 1 മണിയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത്. ചതുരാകൃതിയിലുള്ള കിണറിന് വലിയ ആഴമില്ലാത്തതിനാൽ ആനയെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആനയ്ക്ക് തനിയെ കയറി പോകാനായില്ലെങ്കിൽ മണ്ണിടിച്ച് രക്ഷപ്പെടുത്തേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം പ്രദേശത്ത് സ്ഥിരം പ്രശ്നക്കാരനായ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കൊണ്ടുപോകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയായതിനാൽ ആനയെ പുറത്തെത്തിച്ചാൽ വീണ്ടും പ്രശ്നങ്ങൾ തുടരുമെന്നും നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കൊമ്പനാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിൽ വീണതെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ബന്ധുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങി. ഒഴുക്കിൽപ്പെട്ട 3 കുട്ടികളും മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് കരിമ്പുഴയിൽ വിദ്യാർത്ഥികൾ പുഴയിലകപ്പെട്ട സംഭവത്തിൽ മരണം 3ആയി. ചികിത്സയിലുണ്ടായിരുന്ന കോട്ടപ്പാടം പുറ്റാനിക്കാട് പുതിയ വീട്ടിൽ 20കാരൻ ബാദുഷയും മരിച്ചതോടെയാണ് മരണം 3ആയത്. ഇന്നലെ വൈകിട്ട് കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപമായിരുന്നു അപകടത്തിൽ ബാദുഷയുടെ ബന്ധുക്കളായ 19കാരി റിസ്വാന, 19കാരി ദീമ മെഹ്മ എന്നിവർ നേരത്തെ മരണപ്പെട്ടിരുന്നു. കാരാകുർശി അരപ്പാറ സ്വദേശികളാണ് 3 പേരും. കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപം ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. കൊട്ടാരക്കരയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം. കൊട്ടാരക്കര പനവേലിയിൽ MC റോഡിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടത്തെ തുടർന്ന് ടാങ്കറിലെ ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിക്കായിരുന്നു സംഭവം. നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന്റെ സൈഡിലേക്ക് ലോറി മറയുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന തമിഴ്നാട് തുറയൂർ സ്വദേശി പയനീർ സെൽവത്തെ പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ടാങ്കറിലെ ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സുരക്ഷയെ മുൻനിർത്തി സമീപവാസികളെ ഒഴിപ്പിച്ചു. സ്ഥലത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. കൂടാതെ MC റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.